അല്ല, എന്താ പരിപാടി? സഞ്ചൊക്കെ ഉണ്ടല്ലോ. ഏ എന്താ സഞ്ചിയിൽ നോക്കട്ടെ. ഉടുപ്പൊക്കെ ആയിട്ട് എങ്ങോട്ടാ യാത്ര? അച്ഛൻ എങ്ങോട്ട് അങ്ങോട്ട് ഞാനും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞാവേനെ കാണാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകണമെന്ന്. എൻ്റെ കുട്ടീനെ കൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അമ്മേൻ്റെ വീട്ടിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഒരുപാട് കുന്നും മലയും ഒക്കെ കയറിയിട്ട് വേണം അമ്മേൻ്റെ വീട്ടിലെത്താൻ. എൻ്റെ കുട്ടിക്ക് അതൊന്നും പറ്റൂല. അച്ഛൻ്റെ കുട്ടി വാ, അച്ഛൻ വീട്ടിലാക്കി തരാം, വാ. അച്ഛൻ എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ പോരും. അതെ, എന്നോട് കാല് വേദനിക്കുന്നു എടുക്കണമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം അച്ഛൻ്റെ കൂടെ പോരാം. അല്ല, നീ പോരുന്ന ചെറിയമ്മ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടാ പോന്നത്. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാൽ അച്ഛമ്മ വഴക്കു പറയോ മോളു? പിന്നെ ഈ കുന്നും മലയൊക്കെ നടത്തിയതിന്? അച്ഛമ്മ വഴക്കൊന്നും പറയില്ല അച്ഛാ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ പോവൂന്ന്. പിന്നെ ഇന്നലെ അച്ഛമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. അത് ഒത്തിരി കാലം മുന്നേ നടന്ന കഥയാണത്രേ. അച്ഛമ്മ പറയുന്നത് കേട്ടാല് പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ പേടിയാകും. അച്ഛമ്മ വെറുതെ പറയുന്ന മോളു. നീ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നോണ്ടാവും, അല്ലാതെ അല്ല അച്ഛാ, സത്യാണ്. നമ്മുടെ ഇവിടെ എവിടെയോ നടന്ന കഥയാണ്. എന്നാ എൻ്റെ മോള് കഥ പറ. അച്ഛന് പേടിയാവുന്നുണ്ടോ നോക്കാലോ. അങ്ങനെ കളിയാക്കണ്ട. ഏതായാലും കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ട് കാലത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്ക് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു വിഗ്രഹത്തിന്റെ അവശിഷ്ടം കണ്ടു അത്രേ. അവരെല്ലാവരും ചേർന്ന് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. മാസത്തിലൊരിക്കൽ പൂജയും വർഷത്തിലൊരിക്കൽ ഉത്സവവും കഴിച്ചു പോന്നിരുന്നു. ഒരിക്കൽ അവർ പരസ്പരം വഴക്കടിച്ച് ആരും അമ്പലം നോക്കാതെയായി. അങ്ങനെ ആ അമ്പലം കാലങ്ങൾക്കൊടുവിൽ പൊട്ടിപ്പൊളിഞ്ഞു നശിച്ചു. ഇതൊക്കെ പൊതുവെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, ഇതിനൊക്കെ എന്തത്ര പേടിക്കാന്? ഇടയ്ക്ക് കയറി പറയല്ലേ അച്ഛാ, കഥ പറഞ്ഞു തീർന്നില്ലല്ലോ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, കഥയുടെ ബാക്കി പോട്ടെ. അപ്പോൾ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ അമ്പലം പൊട്ടിപ്പൊളിഞ്ഞു അല്ലേ? അതിനുശേഷം ആ അമ്പലത്തിൽ കാവൽ നിന്നത് ഒരു ഭൂതമാണത്രേ. പൂജയും ഉത്സവം മുടങ്ങിയതോടെ ഭൂതം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ വർഷത്തിലും ഉത്സവം നടക്കാതിരിക്കുന്ന ദിവസം അവിടുത്തെ പ്രദേശത്ത് നിന്ന് ഓരോ കുട്ടിയെയും ഭൂതം കൊണ്ടുപോകും. അതിനടയാളമായി ഒരു ചുവന്ന ഇരിക്കേ. ഈശ്വരാൻ്റെ കുട്ടിയുടെ കാല് ശ്രദ്ധിച്ച് നടക്കണ്ട മോളെ. മതി നിന്റെ കഥ പറച്ചില്, ഇനി വീട്ടിലെത്തിയിട്ടാവാം. എന്താ അച്ഛന് പേടിയുണ്ടോ? ഇനി ഒത്തിരി ദൂരം പോവാനുണ്ടോ അച്ഛാ? അല്ല മോളെ, അധിക ദൂരമൊന്നുമില്ല. രാത്രി ആയാലേ ഇഴജന്തുക്കൾ ഉണ്ടാവും. അപ്പം നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാവില്ലേ? അപ്പം നമുക്ക് പോയാലോ പെട്ടെന്ന്. എനിക്ക് മോളെ കൈ പിടിക്കേ. പതിയെ പതിയെ ശ്രദ്ധിച്ച് നടക്കണേ. അച്ഛാ, ഈ ഭൂതം പാട്ട് പാടോ? അച്ഛമ്മ പറഞ്ഞു ഈ ഭൂതം നന്നായിട്ട് പാട്ട് പാടുമെന്ന്. അച്ഛമ്മേൻ്റെ കഥയല്ലേ, അറിയുമായിരിക്കും.
മുറ്റത്ത് ചോരക്കളമെഴുതി ഞാൻ കുരുതിത്തറയിൽ ചോരക്കളമെഴുതി ഞാൻ കുരുതിത്തറയിൽ ആളും മേളവുമെല്ലാം ഞാനാകുന്നേ ആളും മേളവുമെല്ലാം ഞാനാകുന്നേ മോളെ 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 ഒരു ചുവന്ന അപ്പം. മോളെ